ഹായ് ഓൾ, ഹൗ ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സിനിമാ വിശേഷവുമായിട്ടാണ്. ഇന്നത്തെ സിനിമാ വിശേഷത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സിനിമ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. ലിറ്റിൽ ഹാർട്ട്, കുഞ്ഞു ഹൃദയം. നല്ല ടൈറ്റിലല്ലേ? സിനിമയിൽ ടൈറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് ലിറ്റിൽ ഹാർട്ട് എന്നാണ്, ഇംഗ്ലീഷ് ടൈറ്റിലാണ്. അപ്പോൾ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ സിനിമ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സാന്ദ്ര തോമസും വിൽസൺ തോമസും ചേർന്ന് നിർമ്മിക്കുന്നു. വിൽസൺ തോമസ് സാന്ദ്ര തോമസിൻ്റെ ഹസ്ബൻഡാണ്. സാന്ദ്ര തോമസും വിൽസൺ തോമസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ എന്നിവരാണ് നായകന്മാരായിട്ട് അഭിനയിക്കുന്നത്. ഷെയ്ൻ നിഗവും മഹിമ നമ്പ്യാരും. ഷെയ്ൻ നിഗവും മഹിമ നമ്പ്യാരും നായകന്മാരായിട്ട് അഭിനയിക്കുന്ന റൊമാൻറ്റിക് മ്യൂസിക്കൽ ആൻഡ് കോമഡി എൻ്റർടൈനറാണ് ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവി. സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞ നിർമ്മാതാവിനെ നമുക്കെല്ലാവർക്കും അറിയാം. സാന്ദ്ര തോമസ് മലയാള സിനിമാ ലോകത്തിന് നിരവധി സിനിമകൾ നിർമ്മാതാവ് എന്ന നിലയിൽ സമ്മാനിച്ചിട്ടുണ്ട്. അവർ നിർമ്മാതാവ് മാത്രമല്ല, നിർമ്മാതാവും ഒരു മികച്ച അഭിനേത്രിയും കൂടിയാണ്. നിർമ്മാതാവ് എന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും മലയാള സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സിനിമാ പ്രവർത്തകയാണ് സാന്ദ്ര തോമസ്. അപ്പോൾ ഫ്രൈഡേ ഫിലിംസുമായിട്ട് ആദ്യം പാർട്ട്ണർഷിപ്പിൽ കുറേ നല്ല സിനിമകൾ മലയാള സിനിമാ ലോകത്തിന് സാന്ദ്ര തോമസ് സമ്മാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്രൈഡേ ഫിലിംസുമായിട്ട് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞതിന് ശേഷം അവർ സ്വന്തമായിട്ട് ആരംഭിച്ച സിനിമാ നിർമ്മാണ കമ്പനിയാണ് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ്. ഈ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് ആദ്യമായിട്ട് നിർമ്മിച്ച സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭം 2023 പുറത്തിറങ്ങിയ ചെമ്പൻ വിനോദ് നായകനായിട്ട് അഭിനയിച്ച മർഫി ദേവസി സംവിധാനം ചെയ്ത നല്ല നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞ മൂവി. നല്ല നിലാവുള്ള രാത്രി എന്ന മൂവിയാണ് സാന്ദ്ര തോമസ് ആദ്യമായിട്ട് നിർമ്മിച്ച മൂവി. അവരുടെ രണ്ടാമത്തെ സിനിമാ നിർമ്മാണ സംരംഭമാണ് ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ എന്നിവരെ നായകന്മാരാക്കി ഒരുക്കുന്ന ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവി. ഇനി ഈ സിനിമയുടെ നിർമ്മാതാവിനെ കുറിച്ചൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ നിർമ്മാതാവ് ഒട്ടും മോശമല്ല. ഇനി നമുക്ക് സംവിധായകരിലേക്ക് വരാം. ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് 2 സംവിധായകർ ചേർന്നിട്ടാണ്. 2 സംവിധായകർ ചേർന്ന് നിരവധി സിനിമകൾ മലയാള സിനിമാ ലോകത്ത് 2 സംവിധായകർ ചേർന്ന് സംവിധാനം ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ലാൽ, റാഫി മക്കാഡിൻ, അങ്ങനെ നിരവധി പേര് 2 പേർ ചേർന്ന് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ 2 സംവിധായകർ ചേർന്നിട്ടാണ് ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവി സംവിധാനം ചെയ്തിട്ടുള്ളത്. എബി ട്രീസ പോൾ, ആൻഡോ ജോസഫ് പെരിയോര എന്നിങ്ങനെ 2 സംവിധായകരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവിയുടെ സ്റ്റോറി രാജേഷ് പിന്നാടൻ്റേതാണ്. രാജേഷ് പിന്നാടൻ എന്ന് പറഞ്ഞാൽ ബിജു മേനോൻ, റോഷൻ മാത്യു എന്നിവരെ നായകനാക്കി തെക്കൻ തല്ല് എന്ന് പറഞ്ഞ മൂവിയും ഇപ്പോൾ റിലീസിങ്ങിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിലായത്ത് ബുദ്ധ, പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിക്കുന്ന വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ മൂവിയും തിരക്കഥ എഴുതിയിട്ടുള്ളത് രാജേഷ് പിന്നാടനാണ്. ഈ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവിയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത് രാജേഷ് പിന്നാടനൊപ്പം ഈ സിനിമയുടെ സംവിധായകരായ എബി ട്രീസ പോളും ആൻഡോ ജോസഫും കൂടി ചേർന്നിട്ടാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിക്കുന്നത് ലൂക്ക് ജോസാണ്. എഡിറ്റിംഗ് നൗഫൽ അബ്ദുള്ളയാണ്. മ്യൂസിക് കമ്പോസർ കൈലേഷ് മേനോനാണ്. കൈലേഷ് മേനോൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള 8 ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ 8 ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമ ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ എൻ്റർടൈനറാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും 8 ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമകൾ വന്നിട്ടില്ല. അപ്പോൾ കൈലാഷ് മേനോൻ നല്ല മികച്ച മ്യൂസീഷ്യനാണ്. ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള, മലയാള സിനിമാ ലോകത്തിന് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ് കൈലാഷ് മേനോൻ. അപ്പോൾ അങ്ങനെ ഇവരൊക്കെയാണ് ടെക്നിക്കൽ ക്രൂസിൽ നിൽക്കുന്നത്. ഇനി ആർട്ടിസ്റ്റുകളിലേക്ക് വരാം. ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന നടന്മാരെ പരിചയപ്പെടാം. ഷെയ്ൻ നിഗമാണ് നായകൻ, മഹിമ നമ്പ്യാരാണ് നായിക. ഇവരെ കൂടാതെ അനഘ LK, ഷൈൻ ടോം ചാക്കോ, ഷമ്മി തിലകൻ, രഞ്ജി പണിക്കർ, ബാബുരാജ്,
തോമസ് ജോസ്, ജാഫർ ഇടുക്കി, ജോൺ കൈപ്പള്ളി, മാല പാർവതി, രമ്യ സുമി, ഐമ റോസ്മി എന്നിങ്ങനെ ഇവരെ കൂടാതെ ഇനിയുണ്ട് നിരവധി താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ തോമസ് ജോസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ തോമസ് ജോസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഈ സിനിമയുടെ നിർമ്മാതാവായ സാന്ദ്രയുടെ പിതാവാണ്, ഫാദറാണ്, അച്ഛനാണ് തോമസ് ജോസഫ്. അദ്ദേഹം ആർട്ടിസ്റ്റാണ്, നിർമ്മാതാവാണ്, ഒപ്പം റൂബി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനിയുടെ ഓണറാണ്, ഒപ്പം പ്രൊപ്പറേറ്ററാണ്. ഒപ്പം അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്, നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായ പെരിച്ചാഴി എന്ന മൂവിയിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സക്രിയയുടെ ഗർഭിണികൾ എന്ന സിനിമയിൽ ഒരു കൊങ്ങിണി ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിറ്റിൽ ഹാർട്ടിൽ ഒരു പള്ളിയിലച്ഛനായിട്ട്, പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്, പള്ളിയിലച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം അത് കാരണം ഇവരുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി ആണല്ലോ, ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആളാണ് സാന്ദ്രയുടെ പിതാവായ തോമസ് ജോസഫ് പട്ടത്താന. അപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന ആർട്ടിസ്റ്റുകൾ. ഇനി ഈ സിനിമയുടെ കഥയിലേക്ക് വരാം. ഈ സിനിമ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. എന്നാലും ഒരു എന്താ പറയുക, ഒരു എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത്. കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ കഥ പറയുന്ന, മനുഷ്യബന്ധങ്ങളുടെ എല്ലാ കഥകളും മനുഷ്യബന്ധങ്ങളാണ്. പക്ഷേ ഇത് ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ നായക കഥാപാത്രമായ സിബി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് ഷെയ്നും, ശോശ എന്ന നായികയായിട്ട് അഭിനയിക്കുന്നത് മഹിമ നമ്പ്യാരുമാണ്. പിന്നെ ഈ വ്യത്യസ്തമായ ഈ കഥയുടെ പ്രത്യേകത വ്യത്യസ്തമായ 3 പേരുടെ പ്രണയവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ലിറ്റിൽ ഹാർട്ട് എന്ന മൂവിയുടെ ഇതിവൃത്തം. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളിലൊക്കെ ഈ സിനിമ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ലുലു മാളിൽ ഒരുക്കിയ ടീസർ റിലീസിങ് സമയത്തൊക്കെ സിനിമയിലെ നായകനായ ഷൈൻ നിഗവും മറ്റൊരു നായകനായ ഷൈൻ ടോം ചാക്കോയൊക്കെ അവിടെ ലുലു ഹാളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അവർ വന്ന് നന്നായി പ്രൊമോഷൻ വർക്കുകളൊക്കെ ചെയ്തിരുന്നു. അത് വളരെ അഭിപ്രായം കിട്ടിയിരുന്നു. സിനിമ ആളുകളിലേക്ക് എത്താൻ അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ RDX എന്ന മൂവിക്ക് ശേഷം ഇവർ ഷൈൻ നിഗവും മഹിമ നമ്പ്യാരും ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ഈ സിനിമയിലെ ഗാനങ്ങളിപ്പോൾ യൂട്യൂബിൽ 2 പാട്ടുകൾ പുറത്ത് ഇവർ വിട്ടിട്ടുണ്ട്. ഈ 2 പാട്ടുകൾ എന്ന് പറഞ്ഞാൽ 2 നാം ചെന്ന വഴികളിൽ ഏതൻ പൂവേ എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. ഏതൻ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടും നാം ചെന്ന വഴികളിൽ, അത് ഏതൻ പൂവേ എന്ന് പറഞ്ഞ പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് നായകൻ ഷൈൻ നിഗവും നായിക മഹിമ നമ്പ്യാരുമാണ്. നാം ചെന്ന വഴികളിൽ എന്ന് പറഞ്ഞ ഗാനത്തിൽ വരുന്ന ബാബുരാജും മറ്റൊരു നായികയുമാണ്. അപ്പോൾ അങ്ങനെ ഈ പാട്ടുകളൊക്കെ ഹിറ്റാണ്. അപ്പം പിന്നെ ഈ പാട്ടുകളൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ വേറൊരു പ്രത്യേകത കോമഡി എൻ്റർടൈനറാണ്. ഈ റൊമാൻറ്റിക് മ്യൂസിക്കൽ കോമഡി, പ്രണയവും റൊമാൻസും ഈ പറയുന്ന പോലെ മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രണയം പറയുന്നത്. അതുപോലെ തന്നെ കോമഡി, ഷൈൻ നിഗം ആദ്യമായിട്ട് ത്രൂ ഔട്ട് കോമഡി ചെയ്യുന്ന സിനിമയാണ്. ഷൈൻ നിഗത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോമഡി ഒരു ടാസ്ക്കൊന്നും ആയിരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് അബി എന്ന് പറഞ്ഞാൽ മലയാള കര കണ്ട ഏറ്റവും മികച്ച സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരിൽ ഒരാളായിരുന്നു. അബിയുടെ മകനാണ് ഷൈൻ നിഗം. അപ്പോൾ ഷൈൻ നിഗത്തിന് കോമഡി കൈകാര്യം ചെയ്യൽ അത്ര ഒരു വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ കോമഡി അദ്ദേഹം ബാബുരാജുമായിട്ടുള്ളൊരു കോംബോ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ബാബുരാജും ഷൈൻ നിഗവും ചേർന്ന് നല്ല കോമഡി സന്ദർഭങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മികച്ച സിനിമ മലയാളത്തിലിപ്പോൾ നിരവധി സിനിമകൾ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഹിറ്റാണ്. ആവേശം,
മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, മമ്മൂക്കയുടെ ഭ്രമയുഗം എന്നിങ്ങനെ ഇറങ്ങിയ സിനിമകളെല്ലാം ഇൻഡസ്ട്രി ഇപ്പോൾ പണം കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ സിനിമയും ഷെയ്ൻ നിഗത്തിൻ്റെ പുതിയ സിനിമയും ഷെയ്ൻ നിഗവും മഹിമ നമ്പ്യാരും സാന്ദ്ര തോമസും ഒന്നിക്കുന്ന സിനിമ വലിയൊരു ഹിറ്റിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ സിനിമയുടെ ടീസറിലും ട്രെയിലറിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും ടീസറിലേക്കും വരാം. ടീസർ ഞാൻ പറഞ്ഞല്ലോ, ടീസർ റിലീസ് ചെയ്ത് ഭയങ്കര ഗംഭീര പരിപാടിയായിരുന്നു ലുലു മാളിൽ. അതുപോലെ തന്നെ ഈ ടീസറിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീനിഷ് പോസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീനിഷ് പശ്ചാത്തലത്തിലാണ് പോസ്റ്റർ ഒരുക്കിയിട്ടുള്ളത്. 2 പോസ്റ്ററുകൾ അവൈലബിൾ ആണ്. ഈ 2 പോസ്റ്ററുകളും ഗ്രീനിഷ് പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. മരങ്ങളും കാട്ടുപൊന്തകളും നാട്ടുവഴിയുമൊക്കെയാണ് നമ്മൾ പോസ്റ്ററിൽ കാണുന്നത്. ഈ നാട്ടുവഴികളിലൂടെ നടന്നു വരുന്ന ഷെയ്ൻ നിഗവും മഹിമയും പോസ്റ്ററിൻ്റെ ഇതൊരു ഇമേജാണ്. അതായത് 2 ഇമേജ്, 2 പേര്, നായകനും നായികയും ഒരു നാട്ടുവഴിയിലൂടെ നടന്നു വരുന്ന ഒരു ഡിസൈനും. പിന്നെ ഈ പോസ്റ്ററിൻ്റെ 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ മുഖത്തോട് മുഖം നോക്കി നിന്ന് കിന്നാരം പ്രണയാതുരമായി നോക്കി നിൽക്കുന്ന ഷെയ്ൻ നിഗവും മഹിമ നമ്പ്യാരും. ഇവരുടെ താഴെയായിട്ട് ആണ് യെല്ലോ നിറത്തിൽ മഞ്ഞ കളറിലാണ് ടൈറ്റിൽ എഴുതിയിട്ടുള്ളത്. ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ ടൈറ്റിൽ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഒരു പോസ്റ്റർ. മറ്റൊരു പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപൊന്ത, ഒരു വലിയ കാട്ടുപൊന്ത, ചെറിയ കുറ്റിക്കാട്, കാട്ടുപൊന്തയ്ക്ക് നടുവിലൂടെ ഒഴുകി വരുന്ന ഒരു തോട് എന്ന് പറഞ്ഞാൽ ഒരു നീരൊഴുക്ക്. ഈ നീരൊഴുക്കിന് മുകളിലായി ഒരു മരപ്പാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ മരപ്പാലം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മരപ്പാലത്തിൽ ഇരുന്ന് കിന്നാരം ചൊല്ലുന്ന കാമുകനും കാമുകിയും, ഈ ഷെയ്ൻ നിഗവും മഹിമ നമ്പ്യാരും. ഇങ്ങനെ ഇവരുടെ മുകളിലായിട്ട് ഇങ്ങനെ, ഇതാണ് പോസ്റ്ററിൻ്റെ ദൃശ്യം. ഇവരുടെ മുകളിലായിട്ട് ഇരിക്കുന്ന 2 പേരുടെ മുകളിലായിട്ട് വേൾഡ് ഓഫ് സിബി ആൻഡ് ശോശ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ്. പിന്നെ ടൈറ്റിലും ഈ മഞ്ഞ യെല്ലോ നിറത്തിൽ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ ടൈറ്റിൽ, ഇംഗ്ലീഷ് ടൈറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പോസ്റ്റർ. ഇനി ടീസറിലേക്ക് വരാം. ടീസർ എന്ന് പറഞ്ഞാൽ ടീസറിൻ്റെ ലോഞ്ചിങ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടീസർ വളരെ രസകരമായിട്ടുള്ള ടീസറാണ്. കാരണം ഈ പറയുന്ന ടീസറിൽ ഷെയ്ൻ നിഗവും ബാബുരാജും ഷൈൻ ടോം ചാക്കോയും രഞ്ജി പണിക്കരും പിന്നെ നായികയായ മഹിമ നമ്പ്യാരും നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ രസകരമായിട്ടുള്ള കൗണ്ടർ ഡയലോഗുകളും നല്ല നല്ല മുഹൂർത്തങ്ങളും കോർത്തിണക്കിയിട്ടുള്ള രസകരമായിട്ടുള്ള ഈ ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമ ഒരു ഹാസ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നതെന്നും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഹാസ്യത്തിൻ്റെ പിൻബലത്തിലാണ് പോകുന്നതെന്നും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള സബ്ജക്റ്റാണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സന്ദർഭങ്ങൾ ടീസറിൽ കാണിക്കുന്നുണ്ട്. നല്ല ടീസറാണ്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു ഹിറ്റ് കൂടി വരികയാണ് എന്ന് നമുക്ക് കാത്തിരിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആകാംക്ഷയോടെ ഈഗറായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ള സിനിമകളൊക്കെ ഹിറ്റാണ്. ഈ സിനിമയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു പ്രണയമല്ല, റൊമാൻസ് പ്രണയമുണ്ട്, പിന്നെ 8 പാട്ടുകളുണ്ട്, കോമഡിയുണ്ട്. ഷെയ്ൻ നിഗം ആദ്യമായിട്ട് ത്രൂ ഔട്ട് കോമഡി കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. കോമഡിയുണ്ട്. അങ്ങനെ വളരെ എൻ്റർടൈനറായിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവി, കുഞ്ഞു ഹൃദയം, നല്ല ടൈറ്റിൽ. ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവിയുടെ നിർമ്മാതാവായ സാന്ദ്ര തോമസിനും ഷെയ്ൻ നിഗത്തിനും മഹിമ നമ്പ്യാർക്കും സംവിധായകർക്കും എഴുത്തുകാരനും എല്ലാവർക്കും ഓൾ ക്രൂസിന് അഭിനന്ദനങ്ങൾ. ഗോഡ് ബ്ലസ്. ഗുഡ് ബൈ.